യൂറോകപ്പിൽ നിർണായക മത്സരത്തിൽ ചിലിയോട് ഇഞ്ചുറി ടൈമിൽ സമനില വഴങ്ങിയതോടെ ക്രൊയേഷ്യയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ അവതാളത്തിലായി. മികച്ച 3-ാം സ്ഥാനക്കാരായി ക്രൊയേഷ്യയ്ക്ക് അവസാന 16-ലെത്തണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്ചിലൂടെ 55-ാം മിനിറ്റിൽ ക്രൊയേഷ്യയാണ് മത്സരത്തിൽ ആദ്യ ലീഡെടുത്തത്. 98 മിനിറ്റ് വരെ മുന്നിൽ നിന്ന ക്രൊയേഷ്യ ഫൈനൽ വിസിലിന് സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സമനില ഗോൾ വഴങ്ങുന്നത്. മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിരമിക്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ലൂക്ക മോഡ്രിച്ച് പ്രതികരിച്ചത്. എന്നും കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ബൂട്ടുകൾ അഴിച്ചു വയ്ക്കേണ്ട ഒരു സമയം വന്നേക്കാം. ഞാൻ കളിക്കുന്നത് തുടരും. പക്ഷേ എത്ര നാളേക്കെന്നറിയില്ലെന്ന് ലൂക്ക മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി നൽകി. ക്രൊയേഷ്യയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ മോഡ്രിച്ച് ക്രൊയേഷ്യയ്ക്കായി 178 മത്സരങ്ങളിൽ കളിച്ച് 26 ഗോളുകൾ നേടുകയും 29 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ 3-ാം സ്ഥാനക്കാരായി മികച്ച 4 ടീമുകൾക്ക് കൂടി അവസാന 16-ലെത്താനാകും. ഇറ്റലിക്കെതിരെയും അൽബേനിയക്കെതിരെയും സമനില വഴങ്ങിയ ക്രൊയേഷ്യയ്ക്ക് 2 പോയിന്റാണുള്ളത്. ഗോൾ വ്യത്യാസം -3 4 മത്സരഫലങ്ങളെ ആശ്രയിച്ചാണ് ഇനി ക്രൊയേഷ്യയുടെ നോക്കൌട്ട് പ്രതീക്ഷ. ഇംഗ്ലണ്ട് സ്ലോവാനിയയെ ചുരുങ്ങിയത് 3 ഗോളിനെങ്കിലും തോൽപ്പിക്കണം. ഡെൻമാർക്ക് സെർബിയയെ പരാജയപ്പെടുത്തുകയോ അല്ലെങ്കിൽ സെർബിയ 4 ഗോൾ വ്യത്യാസത്തിൽ ജയിക്കുകയോ വേണം. കൂടാതെ പോർച്ചുഗൽ ജോർജിയയെയും തുർക്കി ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിക്കണം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.